ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ കോൺഗ്രസ് തോൽവി ഉറപ്പിച്ചതായി ബി.ജെ.പി. പരാജയം ഉറപ്പിച്ചതുകൊണ്ടാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. രാഹുൽ പരാജയത്തിന്റെ നിരീക്ഷകനായി മാറിയെന്ന് ബീഹാറിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ആരോപിച്ചു. मैंने देखा राहुल गांधी मौसम वैज्ञानिक अब नए हो गए, हार के मौसम वैज्ञानिक, और वो अपने हार का जायजा उनको मिल चुका है. जनता एनडीए के साथ है तो मैच फिक्स भी जनता के साथ है. जनता आज एनडीए के साथ इसलिए है, हर गांव में सड़क है, बिजली है, स्वास्थ्य है, हर सेक्टर में सरकार काम कर रही है और जनता एनडीए के साथ है. राहुल गांधी को ये पता चल गया है, इसीलिए ऐसी भाषा बोल रहे हैं. डर गया सो मर गया, वो मरे हुए व्यक्ति हैं. राजनीतिक दृष्टि से अब उनमें कोई जान नहीं. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണം ബി.ജെ.പി. ഉന്നയിക്കുന്നത്. അതായത് കോൺഗ്രസ് നേതാവ് രാഹുൽ കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സംസാരിച്ചത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് നിഷേധിക്കുകയും ചെയ്തു. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ പരാമർശം നടത്തിയത്. ഇപ്പോൾ ഇനിയും വരാൻ പോകുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പരാജയം നേരത്തെ തന്നെ സമ്മതിക്കുന്നു എന്നാണല്ലോ കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പറഞ്ഞു വെക്കുന്നത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ബി.ജെ.പി. രാഹുലിനെതിരെ ശക്തമായി പ്രതികരണവുമായി രംഗത്ത് വരികയാണല്ലോ. കേന്ദ്രമന്ത്രി തന്നെ പറയുന്നു രാഹുൽ നേരത്തെ തന്നെ കോൺഗ്രസിന്റെ പരാജയം സമ്മതിക്കുന്നു. അങ്ങനെ തന്നെയല്ലേ ജിഷ്ണു കൃഷ്ണൻ? വിനോദ്, ഈ വർഷം അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ കോൺഗ്രസ് പരാജയം ഉറപ്പിച്ചു എന്ന പ്രതികരണമാണിപ്പോൾ ബി.ജെ.പി. നടത്തിയിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണമായി ഗിരിരാജ് സിംഗ് ഉൾപ്പെടെയുള്ള ബി.ജെ.പി. നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നതും നേരത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം ഫലപ്രഖ്യാപനത്തിന് ശേഷം തോൽവി ഉറപ്പിച്ചതിന് ശേഷമായിരുന്നു കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും തെരഞ്ഞെടുപ്പ് നടപടികളെയും കുറ്റം പറയുകയും അതിനെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്യാറുള്ളത്. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണങ്ങളുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ്. അതിനർത്ഥം കോൺഗ്രസ് ബീഹാറിൽ പരാജയം ഉറപ്പിച്ചു. കോൺഗ്രസ് പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് എന്നുള്ളതാണ് ബീഹാറിൽ നിന്നുള്ള ബഹുസറായിൽ നിന്നുള്ള എം.പിയും ഒപ്പം കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ഗിരിരാജ് സിംഗ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. രാഹുൽ ഒരു കാലാവസ്ഥാ നിരീക്ഷകനെ പോലെ പരാജയത്തിൻ്റെ നിരീക്ഷകനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പരാജയം മുൻകൂട്ടി കാണാനുള്ള കഴിവ് ഒരു കാലാവസ്ഥാ നിരീക്ഷകനെ പോലെ രാഹുലിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പരാജയം ഉറപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ നേരത്തെ കുറ്റം പറഞ്ഞു തുടങ്ങിയത്. ജനങ്ങൾ ബി.ജെ.പിക്കൊപ്പം നിൽക്കുന്നതിനെയും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന കാര്യം കൂടി ഗിരിരാജ് സിംഗ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ജനങ്ങൾക്ക് വീടും കുടിവെള്ളവും റോഡും ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കാൻ ബി.ജെ.പിക്ക് സാധിക്കുന്നു. അതുകൊണ്ട് ജനങ്ങൾ ബി.ജെ.പിക്കൊപ്പം നിൽക്കുന്നു. ജനങ്ങൾ ബി.ജെ.പിക്കൊപ്പം നിൽക്കുന്നതിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം എന്ന ചോദ്യമാണ് ഗിരിരാജ് സിംഗിനെ പോലെയുള്ള ബി.ജെ.പി. നേതാക്കളും ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനും കഴിഞ്ഞ ദിവസം അത് തന്നെയാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. രാഹുലിന്റെ പരാമർശം പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള ലേഖനത്തിലും രാഹുലിന്റെ എക്സ് പോസ്റ്റിലുമായിരുന്നു ഇത്തരത്തിലൊരു പരാമർശം രാഹുൽ നടത്തിയത്. അതായത് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് പരാജയം നേരത്തെ തന്നെ സമ്മതിക്കുന്നു എന്നാണ് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പറയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.